നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. കുടുംബവിളക്കിലെ സുമിത്രയായി കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് മീര വാസുദേവൻ. തന്മാത്ര എന്ന ചിത്രത്തിലൂടെ തന്റെ വരവറിയിച്ച നടി പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നത് കുടുംബവിളക്കിലെ സുമിത്രയായിട്ടാണ്. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് മലയാളക്കരയിലെ വലിയൊരു സ്വാധീനം ചെലുത്താൻ നടിക്ക് സാധിച്ചിരുന്നു. വീണ്ടും വിവാഹം കഴിച്ചതടക്കം കുടുംബവിളക്കിലൂടെ നടിയുടെ ജീവിതം തന്നെ മാറി. സിനിമ, ടെലിവിഷൻ ക്യാമറാമാനായ വിപിൻ പുതിയലിംഗത്തെയാണ് മീര വിവാഹം കഴിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ വിപിനും മീരയും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ നിമിഷനേരം കൊണ്ട് വൈറലാകാറുണ്ട്. ഇപ്പോഴിതാ ഭർത്താവിനൊപ്പം പ്രണയ നിമിഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മീര വാസുദേവൻ. ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഭാര്യയെ ചേർത്ത് നിർത്തി മീരയുടെ ഭർത്താവും സീരിയലിന്റെ ക്യാമറാമാനായ വിപിൻ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. പരസ്പരം കെട്ടിപ്പിടിച്ച് അതീവ സന്തോഷത്തോടെ ഇരിക്കുന്ന ഫോട്ടോയാണ് താരങ്ങൾ പങ്കുവച്ചത്. വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ചാണ് തങ്ങളുടെ പ്രണയത്തെയും ജീവിതത്തെക്കുറിച്ചും പറഞ്ഞാണ് വിപിൻ എത്തിയത്. ഞങ്ങളുടെ ജീവിതവും സ്നേഹവും നിങ്ങളുടെ പുഞ്ചിരി പോലെ മനോഹരമാകുമെന്നാണ് ചിത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. മോഹൻലാലിന്റെ ഭാര്യയായി തന്മാത്ര എന്ന സിനിമയിലൂടെയാണ് നടി മീര വാസുദേവൻ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത്. പിന്നീട് വേറെ സിനിമകളുടെ ഭാഗമായെങ്കിലും പ്രതീക്ഷിച്ചതുപോലുള്ള വിജയങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പിന്നെ കുറെ കാലം നടിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. മലയാളത്തിൽ നിന്നും പോയ നടി മറ്റ് ഭാഷകളിൽ അഭിനയിക്കുകയും വിവാഹിതയാകുകയും ഒക്കെ ചെയ്തു. ആദ്യ ബന്ധം വേർപ്പെടുത്തി രണ്ടാമതും വിവാഹിതയായി. ആ ബന്ധത്തിൽ മീരയ്ക്ക് ഒരു മകനും ജനിച്ചു. എന്നാൽ രണ്ടാമത്തെ വിവാഹവും അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ നടി അതും വേർപിരിഞ്ഞു. ഇതിനുശേഷമാണ് വീണ്ടും മലയാളത്തിൽ അഭിനയിക്കാൻ എത്തുന്നത്. ടെലിവിഷൻ സീരിയലിലാണെങ്കിലും വലിയ ജനപ്രീതിയാണ് മീരയുടെ സുമിത്ര എന്ന കഥാപാത്രത്തിന് ലഭിച്ചത്. 3-4 വർഷം റേറ്റിംഗിൽ 1-ാം സ്ഥാനത്ത് തുടർന്നതിന് ശേഷമാണ് കുടുംബവിളക്ക് അവസാനിക്കുന്നത്. ഇതിനിടെ ഈ സീരിയലിന്റെ ക്യാമറാമാനായ വിപിൻ പുതിയംഗവുമായി നടി ഇഷ്ടത്തിലാവുകയായിരുന്നു. സീരിയൽ ലൊക്കേഷനിൽ നിന്നും കണ്ടുമുട്ടിയ ഇരുവരും 2019 മുതലാണ് ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയത്. പിന്നീട് രഹസ്യമായി വിവാഹിതരായതിനു ശേഷമാണ് ഇക്കാര്യം പുറം ലോകത്തോട് വെളിപ്പെടുത്തുന്നത്. മീരയുടേത് 3-ാം വിവാഹമായതുകൊണ്ടും ഇരുവരുടെ പ്രായവ്യത്യാസം ചൂണ്ടിക്കാണിച്ചതുമൊക്കെ വ്യാപക പരിഹാസങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നത്. എന്നാൽ വിവാഹത്തിന് ശേഷം സന്തുഷ്ടരായി ജീവിക്കുകയാണ് താരങ്ങൾ. പുതിയ ചിത്രത്തിന് താഴെ താര ദമ്പതിമാർക്ക് ആശംസ നേർന്നുകൊണ്ടുള്ള കമന്റുകളും നിറയുകയാണ്. എന്നും ഇതുപോലെ ചിരിച്ച മുഖവുമായി ജീവിക്കുക എന്ന് തുടങ്ങി നിരവധി ആശംസകൾ വരികയാണ്. സി കേരളത്തിലെ മധുര നൊമ്പരക്കാറ്റ് സീരിയലിലെ നായികയാണിപ്പോൾ മീര വാസുദേവൻ. കുടുംബവിളക്കിലെ സുമിത്ര എന്ന കഥാപാത്രത്തിന് ശേഷം മീര അവതരിപ്പിക്കുന്ന ശക്തമായ കഥാപാത്രമാണ്. നിരവധി സിനിമയിലും മികച്ച വേഷം മീര കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഏപ്രിൽ 21-നായിരുന്നു മീരയുടെ വിപിന്റെയും വിവാഹം നടന്നത്. കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഇതിന് പിന്നാലെ മീര വിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ആരാധകർ വാർത്തയറിഞ്ഞത്. കരിയറിൽ മാത്രമല്ല മീരയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളാണ് കുടുംബവിളക്ക് സമ്മാനിച്ചത്. പരമ്പരയുടെ ക്യാമറാമാനായിരുന്നു വിപിൻ. ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിരുന്നു. 2019 മുതൽ ഒന്നിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു ഞാനും വിപിനും. 1 വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ഇനിയുള്ള യാത്രകൾ ഒന്നിച്ചെന്നായിരുന്നു അന്ന് മീര പറഞ്ഞത്. കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രജിസ്റ്റർ വിവാഹം നടത്തിയത്. വിവാഹ ചിത്രങ്ങൾ ഇരുവരും പങ്കുവച്ചിരുന്നു. മീര 3-ാമത് വിവാഹിതയായപ്പോൾ രൂക്ഷ വിമർശനങ്ങളുമായി ചിലരെത്തിയിരുന്നു. മീരയോ വിപിനോ ഇതൊന്നും ഗൗനിച്ചിരുന്നില്ല. അതേസമയം മീരയുടെ മറ്റ് വിവാഹ ജീവിതത്തെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയയിലൂടെ നടിയെ വിമർശിച്ചത്. 2005-ലാണ് മീരയും വിശാൽ അഗർവാളുമായി വിവാഹം കഴിക്കുന്നത്. 5 വർഷത്തിന് ശേഷം 2010-ൽ ഈ ബന്ധം വേർപ്പെടുത്തി. പിന്നീട് 2012-ലാണ് നടൻ ജോൺ കൊക്കനെ മീര വിവാഹം കഴിക്കുന്നത്. ഈ ബന്ധത്തിൽ ഒരു മകനും ജനിച്ചു. 2016-ൽ താരങ്ങൾ പിരിഞ്ഞു. നിലവിൽ മകൻ മീരയുടെ കൂടെയാണ്.